ഈ അവലോസ് പൊടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ചില ആൾക്ക് ഇതിന് പൂരം പുറത്തെന്ന് അറിയട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഇടിച്ചിട്ടാണ്, ഉരലിൽ ഇടിച്ചിട്ടാണ് നമ്മൾ പൂരം പുറത്ത് ഉണ്ടാക്കുന്നത്. കണ്ടോ, ഇന്നിപ്പോൾ ആരും ഇങ്ങനെ ഇടിക്കുന്നത് കാണില്ലല്ലോ. ഇപ്പോൾ കുറേ ഇത് ഇടിക്കുന്ന സമയത്ത് മക്കളെല്ലാം കൂടി വന്നിട്ട് ഇതെന്താ സംഭവം എന്ന് ചോദിച്ചിരിക്കണ്. കാരണം ഒരു ഇടി കാണില്ലല്ലോ, ഒക്കെ എല്ലാവരും പൊടിപ്പിക്കാൻ കൊടുക്കല്ല പുറത്ത്. അങ്ങനെ വട്ടമുള്ളൊരു ചെമ്പിലിട്ടിട്ടാണ് പുട്ടിൻ്റെ തരപ്പൊക്കെ തരിക്കണം കേട്ടോ. ഇതിപ്പോൾ 6 കിലോ അരിൻ്റെ പൊടിയാണ്. ഇത് നമ്മൾ പുറത്ത് വെച്ചിട്ടാണ് വറുക്കുന്നത്. ഏകദേശം ഒരു വിധം വേവൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അകത്ത് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ 10 തേങ്ങ ആണ് കേട്ടോ. തേങ്ങ എത്ര കൂടിയെന്ന് വെച്ചാൽ കുഴപ്പമില്ല, ടേസ്റ്റ് കൂടുള്ളൂ. അപ്പോൾ തേങ്ങ ഇതിനെ കൊണ്ട് ഒപ്പിക്കുകയാണ്. 6 കിലോയിൽ 10 തേങ്ങ. ഇതിപ്പോൾ ഞാൻ പൂണ്ട് വെച്ച് എന്താണെന്ന് വെച്ചാൽ ചിരവാനുള്ള മടിയോണ്ടാണ് കേട്ടോ. ഇനി മിക്സിയിലിട്ടൊന്ന് അടിച്ചാൽ മതിയല്ലോ. അപ്പോൾ കുറേ ആൾക്കാർ ഇത് പൂണ്ട് തന്ന്. അപ്പോൾ ഞങ്ങൾ മിക്സിയിലിട്ട് അടിച്ചതും ചിരവനെ കൊണ്ട് ചിരകിയതെല്ലാം കൂടിയിട്ടാണ്. പുട്ടിൻ്റെ വേവായാലാണ് കേട്ടോ ഇതിലിടേണ്ടത്. അതുപോലെ ഫസ്റ്റ് തന്നെ അരിപ്പൊടി വെച്ചപ്പോൾ പാടെ ഇടരുത് കേട്ടോ. ഏകദേശം പുട്ടിൻ്റെ വേവാ നിങ്ങൾക്ക് അറിയില്ല, കയ്യൊക്കെ ഒന്ന് വിയർക്കുമ്പോഴാണ് പുട്ടിൻ്റെ വേവാവൽ. ആ സമയത്താണ് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരുപാട് തേങ്ങയും പൊടിയെല്ലാം കൂടി ഉണ്ടാകുമ്പോൾ എന്തൊക്കെ നമുക്ക് ഇളക്കാൻ പ്രയാസം ഉണ്ടാവും. അപ്പോൾ കുറച്ച് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഏകദേശം വേവാകുമ്പോൾ മറ്റും കൂടി മിക്സ് ചെയ്തിട്ട് കൂട്ടിയാൽ മതി. അപ്പോൾ തന്നെ നമ്മൾ കരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഏലക്കായ പിന്നെ ലാസ്റ്റിലേക്ക് ഇട്ടാൽ മതി കേട്ടോ. ഇത്ര സാധനങ്ങളുള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞാലൊന്നും ഒരു വറവിടുന്ന പരിപാടിയുണ്ട്. ചില ആളുകൾക്ക് വറവിടുന്ന ഇഷ്ടം ഉണ്ടാവില്ല. ഇതിപ്പോൾ മെയിനായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, കൈ വെക്കാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കണം. കുറച്ച് പണിയുണ്ട്. പണിയെടുത്താൽ എന്താണ്, ഇതിപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷം ഉള്ളതാണ് കേട്ടോ. 2 മണിക്കൂറോ 1.5 മണിക്കൂറോ 1 മണിക്കൂറിൻ്റെയൊക്കെ ഓരോ അരിക്കനുസരിച്ചിട്ടാണ്. കാരണം കുറച്ച് പൊടിയാകുമ്പോൾ വേഗത്തിലായി കിട്ടും. പിന്നെ ഉപ്പ് എന്തായാലും നിർബന്ധമായിട്ടാണ് കേട്ടോ, മധുരത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലാഞ്ഞാൽ എന്തോന്നോ പോലാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പൊടിയാക്കാൻ വെച്ചാൽ പെട്ടെന്ന് വറവ് കഴിയും. കൂടുതലാകുമ്പോൾ നമ്മളങ്ങനെ ഇളക്കിയാകുമ്പോൾ സമയം എടുക്കും. ഇതിപ്പോൾ ഏകദേശം ആയതുകൊണ്ടാണ് ലാസ്റ്റിലേക്ക് അതിനെ കൊണ്ടാണ് പഞ്ചസാര ആഡ് ചെയ്യുന്നത് കേട്ടോ. ഇനി പഞ്ചസാര പറ്റാത്തവരിൽ പഞ്ചസാര ഇടണ്ട. ഏലക്കായ പഞ്ചസാര കൂട്ടിയിട്ട് കുറച്ച് ഒരു ഏകദേശം 10 ഏലക്കായ ഇട്ടാൽ മതി. അത് പഞ്ചസാരയും കൂട്ടിയിട്ടാണ് പൊടിക്കേണ്ടത്. ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങനെ പൊടിച്ചിട്ടു എന്നുള്ളൂ. ഇപ്പം മിൽമ നെയ്യിൽ ചെറിയ ഉള്ളി ഒന്ന് വറവിടാം. അത് നല്ല ടേസ്റ്റാണ്. ചില ആളുകൾക്ക് ഉള്ളിൻ്റെ ചുവ ഇഷ്ടപ്പെടില്ല, അങ്ങനത്തെ ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. ഇതിങ്ങനെ ഒഴിച്ചിട്ട് നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി. നമ്മളൊന്ന് വിശന്നിരിക്കുന്ന സമയത്ത് ചോറൊന്നും ആയിട്ടില്ലെങ്കിൽ ഇത് കുറച്ചൊന്ന് 2-3 സ്പൂണ് വായിലിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ വിശപ്പവിടെ പോകും. അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒരു ട്രിക്കാണിത്. വൈകുന്നേരം മക്കൾക്ക് കൊടുക്കാനോ ഒക്കെ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണല്ലോ ഇതൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കി എന്നിട്ട് കുപ്പി പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാലത്തേക്ക് കേട് വരാണ്ട് ഇത് കിട്ടും. നല്ലൊരു പലഹാരം തന്നെ പറയാം. എന്നാൽ പിന്നെ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ലൈക്ക് ഇടണേ. ഓക്കെ, ബൈ.